ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് ദേ വിൽ ഗിവ് യു ചിക്കൻ ബിരിയാണി. ആദ്യം നിങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചാൽ നിങ്ങൾക്ക് അടുത്തത് 2 ചിക്കൻ ബിരിയാണി വേണം തോന്നും. അപ്പോൾ പറയാം എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ സ്ഥലം വരെ വാ. നമ്മൾ ചിലപ്പം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ വി ഫീൽ ഗുഡ്. പക്ഷേ അതൊരു സർഫസ് ലെവലാണ്. നമ്മളതിൻ്റെ റൂട്ട് കോസിലേക്ക് ഇറങ്ങി ചെല്ലാത്തിടത്തോളം കാലം ഇറ്റ് വിൽ ഫോളോ യു. നമുക്കൊരു ബിഹേവിയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗീവ് സംതിങ് എൽസ് ടു ഹിം. അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവനൊരു വോയിഡ് ഫീൽ ചെയ്യും, ഒരു ബോർഡം ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യാൻ പാടില്ല. ഒരു ലെസ്ബിയൻ കപ്പിൾസോ അല്ലെങ്കിൽ ഗേ കപ്പിൾസോ ഒക്കെ അവരൊക്കെ കൂടുതൽ മീഡിയയിൽ വന്നെന്നോർത്ത് അല്ലെങ്കിൽ അവരെ ആളുകൾ കണ്ടെന്നോർത്ത് ആരും അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിലേക്ക് വരാൻ പോകുന്നില്ല. ഞാൻ ഇടത്ത് കൈയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ വയറിങ് കുറച്ചും കൂടെ ബെറ്റർ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ. എൻ്റെ ലൈഫ് മൊത്തം ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ട്രോമ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നോർമലി നമ്മുടെ ലൈഫിൽ ഒരു ഈവൻറ്റ് നടക്കുമ്പോൾ ആ ഈവൻറ്റ് നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, അതിനൊരു എൻഡിങ് ഉണ്ടാവും. മെമ്മറി സ്റ്റോർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ടാവും. സോ ഇങ്ങനെയാണ് റാഷണൽ ബ്രെയിൻ അതിനെ നമ്മുടെ മെമ്മറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന പറയുകയുണ്ടായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടീച്ചേഴ്സിനെ കുട്ടികളെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ടീച്ചേഴ്സിനെ എന്തെങ്കിലും അടിച്ചാലോ ഇനി എന്തെങ്കിലും പറഞ്ഞാലോ ടീച്ചേഴ്സിന് തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അതുകൊണ്ടാണ് ഇമോഷൻ വരുന്ന സമയത്ത് നമുക്കിപ്പം ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, ഈവൻ സന്തോഷം വന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ലോജിക്കൽ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇന്ന് തെറ്റായിട്ട് വന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ഇന്ന് ശരിയായ ഒരു കാര്യമാണെങ്കിൽ നാളെ തെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടും, അല്ലെങ്കിൽ അതൊരു വാല്യൂ, ന്യൂസ് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എടുത്തുകൊണ്ട് വരും. പക്ഷേ ഇന്ന് തെറ്റാണ് എന്ന് പറഞ്ഞൊരു കാര്യം നാളെ ശരിയാണെന്ന് പറഞ്ഞാൽ പീപ്പിൾ ഡസൻ കെയർ. അപ്പോൾ ഓരോ കുട്ടിയെ മനസ്സിലാക്കുക ഇത് വളരെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് അവൻ, അതായത് ഫോർ എക്സാമ്പിൾ കൃത്യമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് സംസാരിച്ചാൽ മതി. ഹായ് ഹലോ, മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അഥീന. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ വന്നെത്തിയിരിക്കുന്നത് ആരാണെന്നറിയോ? ബിഹേവിയർ അനലിസ്റ്റും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമായ നിരീഷ് ഗോപാലകൃഷ്ണനാണ്. ആൾ എൻ്റെ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ നമുക്ക് നിരീഷിനെ സ്വാഗതം ചെയ്യാം ചാറ്റ് വിത്ത് അഥീനയിലേക്ക്. നിരീഷ്, വെൽക്കം ടു ചാറ്റ് വിത്ത് അഥീന. നിരീഷിൻ്റെ പേരിൽ ഇങ്ങനെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്, പിന്നെ അതേപോലെ ബിഹേവിയർ അനലിസ്റ്റ് ആണ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് അർഹനാണല്ലേ നിരീഷ്? അതെ, ഞാൻ ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. സോ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കൂടുതലായിട്ടും മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഒബ്സസ്ഡ് ആയത്. അതിനുശേഷം കുറച്ചും കൂടെ മുന്നോട്ട് വന്ന സമയത്ത് കൂടുതലായിട്ടും ഒരു 90% മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേഷനിൽ നിന്നുണ്ടാകുന്നതാണ്. മെയിൻലി മജോറിറ്റി എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ്. അതിനുശേഷം മുന്നോട്ട് വരുമ്പം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നമ്മൾ പറയില്ലേ നാർസിസ്റ്റിക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ട്നേഴ്സ്, മാനിപ്പുലേഷൻ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതാണ് എഗെയിൻ ഒരു ഇഷ്യൂസായിട്ട്, അവരുടെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, ബയോളജിക്കൽ അല്ലാത്ത ഒരു ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് വരുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടാണ്. സോ എനിക്ക് കുറച്ചും കൂടെ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെങ്ങനെ, ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നല്ലോ. സോ ഒരു പ്രിവെൻറ്റീവ് മെത്തേഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത്. അതോടൊപ്പം തന്നെ ബോഡി ലാംഗ്വേജിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ലൈഫ് ഈവൻ്റ് ഉണ്ടായിരുന്നു. സോ ആ ലൈഫ് ഈവൻറ്റിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയ സമയത്ത് ഒരു വ്യക്തി പറഞ്ഞ കുറേ കാര്യങ്ങൾ അത് നമുക്ക് തന്നെ തോന്നുന്നു റിയൽ അല്ല, ഇതായിരുന്നു ഇതിൻ്റെ സത്യം. അപ്പം എങ്ങനെ നമുക്കൊരാൾ അയാൾ പറയുന്നത് സത്യമാണോ ജെന്യുവൻ ആണോ എന്നെങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെ തുടങ്ങിയ ഒരു ജേണിയാണ്. Again, more than 6 years ഇപ്പോൾ കംപ്ലീറ്റഡ് ആവുന്നു. സോ ഇറ്റ്സ് ഗോയിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതിനോട് അത്രയും ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അങ്ങനെ എന്തോ ഒരു ഇൻസിഡന്റ് ഒന്നും കൂടി പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിൽ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കാര്യമാണ്, അങ്ങനെ ഒരു പാരൻസ് ഒക്കെ നഷ്ടപ്പെട്ടു, അങ്ങനെ ആ ഒരു ലോൺലി ലൈഫ്, അതിലൂടെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ആളിപ്പോൾ വളർന്ന് വലിയൊരാളായിട്ടും ആ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രോമ
അതിൽ നിന്നും ആളിപ്പോഴും ഫ്രീ ആയിട്ടില്ല. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. എത്ര ഓക്കെ ആണ്, ഞാൻ ഇത്ര ഓക്കെ ആണ് എന്ന് പറയുമ്പോഴും ആ ഒരു സങ്കടം എപ്പോഴും ആളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ചുറ്റും ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവുമ്പോൾ കൂടിയും ആളുടെ ആ ഒരു ബിഹേവിയറിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്നൊന്ന് പറയും. ജനറലൈസ് ചെയ്ത് പറയുന്നത് ശരിയല്ല. ഞാൻ കൂടുതലായിട്ടും ജനറലൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അതായത് നമ്മളൊരു ഓരോ വ്യക്തിയും ഒരു ഇൻഡിവിജ്വൽ ആണ് എന്ന് കൺസിഡർ ചെയ്യണമെന്ന് കരുതുന്നൊരു വ്യക്തിയാണ്. എൻ്റെ പ്രൊഫഷണലിൽ ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഇപ്പോൾ പറഞ്ഞ കാര്യം വെച്ചിട്ട് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള മുറിവുകളുണ്ട്. ഐ മീൻ വൂൺസ് ഉണ്ട്. ചിലർക്ക് സോഷ്യൽ വൂൺസ് ആവാം, ചിലർക്ക് ഇമോഷണൽ വൂൺസ് ഉണ്ടാവാം, ചിലർക്ക് വാലിഡേഷൻ വൂൺസ് ആവാം, ട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വൂൺസ് ആവാം. സോ ഈ തരത്തിലുള്ള ഒരു വൂണ്ട് എന്തായാലും ഒരു വൂണ്ടല്ല, ചിലർക്ക് ഒന്നായിരിക്കാം, മേ ബി ഹി ഓർ ഷീ ഈസ് ലക്കി. പക്ഷേ പലർക്കും ഒന്നിൽ കൂടുതൽ വൂൺസ് ഉണ്ടാവും. സോ ഈ വൂൺസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ട്രോമ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ട്രോമ എന്ന് എപ്പോഴും പറയും. ട്രോമ എന്ന് പറയുമ്പോൾ ആ ട്രോമ റിക്കർ ചെയ്യുക എന്ന് പറയും. അതായത് നമുക്ക് പണ്ടെപ്പോഴോ ഉണ്ടായ ഒരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബാഡ് സിറ്റുവേഷൻ, ആ ഒരു ബാഡ് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഫുള്ളായിട്ട് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് അതേ എക്സ്പീരിയൻസ് നമുക്കത് വീണ്ടും വീണ്ടും വരുന്നതായിട്ട് തോന്നും. അതായത് ഒരു ക്ലോസ്ഡ് ആവാത്ത ഒരു ലൂപ്പ് പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ട്രോമ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നോർമലി നമ്മുടെ ലൈഫിൽ ഒരു ഈവൻറ്റ് നടക്കുന്നു. ആ ഈവൻറ്റ് നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, അതിനൊരു എൻഡിങ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആ മെമ്മറി സ്റ്റോർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ടാവും. സോ ഇങ്ങനെയാണ് റാഷണൽ ബ്രെയിൻ അതിനെ നമ്മുടെ മെമ്മറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇത് നോർമലായിട്ടൊരു ഈവൻ്റാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഈവൻറ്റ് നമ്മുടെ ലൈഫിൽ നടക്കുന്നു. ആ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഇമോഷണൽ സൈഡ് ഓഫ് ബ്രെയിൻ, ഇമോഷണൽ സൈഡ്, അതിൻ്റെ ബയോളജിക്കൽ സൈഡിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ഇമോഷണൽ ആയിട്ടുള്ള ഭാഗം വളരെ ഹൈ ആവും. വളരെ ഹൈ ആവുന്ന സമയത്ത് ഈ മെമ്മറി ബ്രെയിൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇമോഷണൽ ബ്രെയിൻ ഹൈ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി റാഷണൽ ബ്രെയിൻ ഡൗൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഇമോഷൻ വരുന്ന സമയത്ത് നമുക്കിപ്പം ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, ഈവൻ സന്തോഷം വന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ലോജിക്കൽ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് സെൻസേഷൻ, ഫീലിങ്സ്, ഈ ഒരു തരത്തിലായിരിക്കും ആ മെമ്മറി ആയിട്ട് കണക്റ്റ് ആവുന്നത്. അവിടെ ടൈം സ്റ്റാമ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ടൈം സ്റ്റാമ്പ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ, അതായത് എൻഡിങ് ആൻഡ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല. അതായത് ഒരു മെമ്മറി നമ്മുടെ ലൈഫിലൊരു ഈവൻറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിൻ അത് പാസ്റ്റ് ലൈഫ്, അതായത് ദിസ് ഈസ് ഹാപ്പൻഡ് എന്ന് പറയുന്നൊരു ടാഗ് ഉണ്ട്. ആ ടാഗ് ഒരു ട്രോമാറ്റിക് മെമ്മറി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല. സോ അതുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഏത് സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ട്രോമ ഉണ്ടായി എന്ന് പറയുന്ന ആ ഒരു ആ പ്ലേസിൽ ചെന്നാൽ ആ പ്ലേസ് ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യും. സോ ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതായത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഫെമിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ട്രോമാറ്റിക് മെമ്മറി റിക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കഴിഞ്ഞു പോയ ട്രോമയെക്കുറിച്ച് ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. വി ആർ എക്സ്പീരിയൻസിങ് ഇറ്റ്, റൈറ്റ്? സോ ഈ കുട്ടിയുടെ കാര്യം, നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കാര്യം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും എങ്ങനെ പറഞ്ഞു, അച്ഛനും അമ്മയും ഇല്ല, അങ്ങനെയാണ് പറഞ്ഞത്. അച്ഛനും അമ്മയും ഇല്ല എന്ന് പറയുന്ന സമയത്ത് അബാൻഡൻമെൻറ്റ്, അതായത് ഉപേക്ഷിക്കപ്പെട്ട രീതി, അല്ലെങ്കിൽ സേഫ്റ്റി ഇല്ല. അതായത് ഒരു കുട്ടിക്കാലത്ത് ഒരു കുട്ടിക്ക് എപ്പോഴും വേണ്ടത് സേഫ്റ്റിയാണ്. അത് നമ്മുടെ ഓഫ് കോഴ്സ് സ്നേഹമുണ്ട്, കെയർ ഉണ്ട്, പ്രൊട്ടക്ഷൻ, ഈ സ്നേഹത്തിൽ വരുന്നതാണ് ഇതെല്ലാം. അതായത് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ബേസിക് നീഡ്സിൽ സേഫ്റ്റി ഉണ്ടാവും. ആ സേഫ്റ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി എ വൂണ്ട്. അതായത് അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മൾ എവല്യൂഷണറി സൈക്കോളജി സൈഡിലേക്ക് പോകേണ്ടി വരും. ബിക്കോസ് നമുക്ക് കിട്ടേണ്ട സേഫ്റ്റി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെല്ലാം ഇപ്പോഴും ആ സേഫ്റ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കും എന്ന് പറയും. ബിക്കോസ് അത് നമ്മുടെ ഒരു നീഡായിട്ട് മാറും. സോ ഇങ്ങനെ ഒരുപാട് നീഡ്സ് ഉണ്ടാവും നമുക്ക്. അതായത് ചില സമയത്ത് ഇപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക് സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ വാലിഡേഷൻ കിട്ടുന്നുണ്ടാവില്ല. അതായത് ആ വ്യക്തി എന്തെങ്കിലും ആ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ മാനിക്കാത്ത അവസ്ഥകൾ ഉണ്ടാവാം. സോ ഇതൊരു വൂണ്ടായിട്ട് മാറിയാൽ ഇത് ഒരു ഓപ്പൺ ലൂപ്പാണ്. യെസ്, ഓഫ് കോഴ്സ് ഓപ്പൺ ലൂപ്പാണ്. ഈ ഓപ്പൺ ലൂപ്പിലേക്ക് വീണ്ടും നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചില സാഹചര്യങ്ങളിൽ
നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് അത് ലൗഡായിട്ട് റിയാക്ട് ചെയ്യണമെന്നില്ല. മെൻ്റലി നമ്മൾ റിയാക്ട് ചെയ്താലും മതി. ഓക്കെ, അതായത് നമ്മൾ കാണുന്ന ലോകം ഈ വൂണ്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്കിപ്പോൾ വൂണ്ടെന്ന് പറയാം, ആ ഒരു മുറിവിനെ, ആ ഒരു മാനസികമായിട്ടുണ്ടായ മുറിവിനെ, അതാണ് പിന്നെ നമ്മുടെ റിയാലിറ്റി. നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ട്രസ്റ്റ് ഇഷ്യൂസ് വരും. ഓഫ് കോഴ്സ് ട്രസ്റ്റ് ഇഷ്യൂസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ, അതായത് ബ്രോക്കൺ പ്രോമിസസ് ഉണ്ടാവുക, ബിട്രയൽ ഒരു ഡിഫറെൻറ്റ് അതോറിറ്റി വൂണ്ടിലൊക്കെ വരും. പക്ഷേ ബ്രോക്കൺ പ്രോമിസസ്, നമുക്ക് പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊരുപാട്, അതായത് നമ്മൾ പ്രിയപ്പെട്ടവരാണെന്ന് കരുതുന്ന വ്യക്തികളിൽ നിന്ന് നമുക്കൊരു ഇങ്ങനെയുള്ള ഒരു, നമ്മൾ വിചാരിക്കും നമ്മൾ സത്യമാണ്, ജെന്യുവൻ ആണ് എന്ന് വിചാരിക്കുന്ന സമയത്ത് നിന്ന് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തകർന്നു പോകും. അതോടൊപ്പം തന്നെ അതാണ് ഞാൻ പറയുന്നത്, ആ തകർച്ചയാണ് വൂണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വൂണ്ട് നമ്മോടൊപ്പം തന്നെ സഞ്ചരിക്കും. ഈ വൂണ്ട് കാരണം എന്താണ്? ഈ വൂണ്ട് കാരണം നമ്മുടെ മുന്നോട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക്, അതായത് ചിലപ്പോൾ ഒരു ജെന്യുവൻ ആയിട്ടുള്ള വ്യക്തി വരും, അയാൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഈ വൂണ്ടിൻ്റെ കണ്ണിലൂടെ ആയിരിക്കും നമ്മൾ കാണുക. സോ വി വിൽ റിയാക്ട്. നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും അപ്പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവാം. എഗെയിൻ നമ്മുടെ വൂണ്ടിലേക്ക് മറ്റൊരു സ്റ്റാക്ക് വരും. സോ നമ്മളിപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു 4 വയസ്സിലോ 5 വയസ്സിലോ ആണ് ഈ സംഭവം ഉണ്ടാകുന്നതെങ്കിലും ഒരു 18 വയസ്സാവുന്ന സമയത്ത് എ ബഞ്ച് ഓഫ് വൂൺസ് അവിടെ ഉണ്ടാവും. അത് ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ, ഞാൻ എപ്പോഴും പറയും, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളെപ്പോഴും കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തെറാപ്പി വേണം എന്നൊക്കെ പറയുന്നത്. ഈ ഓരോ സ്റ്റാക്ക് നമ്മളെപ്പോഴും സർഫസ് ലെവലിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു വ്യക്തി വളരെ വിഷമിച്ചിരിക്കുന്നു, നമ്മൾ ചിലപ്പം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ വി ഫീൽ ഗുഡ്. പക്ഷേ അതൊരു സർഫസ് ലെവലാണ്. നമ്മളതിൻ്റെ റൂട്ട് കോസിലേക്ക് ഇറങ്ങി ചെല്ലാത്തിടത്തോളം കാലം ഇറ്റ് വിൽ ഫോളോ യു. സോ ഇത് തന്നെയാണ്, അതായത് ഒരു വൂണ്ട് ഇല്ലാത്ത മനുഷ്യരില്ല എന്നാണ് പറയുന്നത്. അതപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ഒരുപാട് സ്ട്രിങ്സ് ആയിരിക്കും അല്ലേ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അതെ ക്ലിയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള എക്സ്പേർട്ട് അഡ്വൈസ് തേടുക. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതായത് നിങ്ങൾ ഒരു 5 വയസ്സിൽ നിങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നം, ആ പ്രശ്നത്തെ ബേസ് ചെയ്തിട്ട് സ്റ്റാക്ക് ചെയ്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം നമുക്ക് ഒരു സെഷനിൽ നിന്നോ 2 സെഷനിൽ നിന്നോ മാറ്റം കൊണ്ടുവരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് റയർലി ഹാപ്പൻ. സോ നമ്മളുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ ആൾക്കാർക്ക് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ പോലും അവരതിന് മെനക്കെടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ദേ തിങ്ക്, അതായത് ഒരു മാജിക് പില്ലാണ്. ഓക്കെ, ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു, ഒരു സെഷൻ സൈക്കോളജിസ്റ്റ് എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും പറയുമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വിചാരിച്ചിട്ടായിരിക്കും പോകുന്നത്. ആൻഡ് ഓൾസോ ഇത് എക്സ്പെൻസീവാണ്. നമ്മുടെ നാട്ടിൽ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അത്രയും ഇതിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്നുള്ളൊരു, നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് 2 അടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ആ ഒരു അവയർനെസ് അത്രയ്ക്കേ ഉള്ളൂ. കാരണം ഇതിൻ്റെ റൂട്ട് കോസ് ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു ബാല്യം കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ചൈൽഡ്ഹുഡ് നല്ലതാണെങ്കിൽ, അതായത് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അടിക്കണ്ടേ എന്ന് ചോദിക്കും. അടിക്കണ്ടാത്ത രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ അവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള പണിഷ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. ശരിക്കും ഒരു കുട്ടി, ചില സമയത്ത് ചില കുട്ടികൾ വളരെ അഗ്രസീവാണ്, ചില കുട്ടികൾ കൂടുതലായിട്ട് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ, നമ്മൾ ആ കുട്ടിയാണ് കുറ്റം പറയുന്നത്. എന്നിട്ട് കുട്ടിയെ കൊണ്ട് കൗൺസിലിങ്ങിന് പോകും. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കൗൺസിലിംഗ് നടത്തിയാൽ തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കുട്ടിയെ നമ്മൾ കൗൺസിലിംഗ് നടത്തുന്നു, ഈ കുട്ടി നേരെ തിരിച്ചിരുന്ന ആ സെയിം അറ്റ്മോസ്ഫിയറിലേക്കാണ്. അതായത് ആ കുട്ടിയാക്കിയ അറ്റ്മോസ്ഫിയറിലേക്കാണ് ചെല്ലുന്നത്. സോ പേരൻസ് ആണ് ശരിക്കും ആദ്യമേ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. ശരിക്കും ഒരു പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ഞാൻ കരുതുന്ന ഒരു ട്രെയിൻഡ് സ്കില്ലാണ്. എല്ലാവർക്കും ഒരു കുട്ടി ഉണ്ടായി, ഒരു കുട്ടിയെ പ്രസവിക്കുന്നു എന്നതുകൊണ്ട് മാത്രം പേരൻ്റ് ആവും, ബട്ട് പേരൻറ്റിങ് വോണ്ട് ഹാപ്പൻ, ആവില്ല. ബിക്കോസ് ആ കുട്ടിയെ നമ്മൾ മൗൾഡ് ചെയ്യുവാണ്. ഒരു 10-12 വയസ്സ് കൊണ്ട് ഒരു കുട്ടിയുടെ ആക്ച്വൽ ക്യാരക്ടർ ബിൽഡ് ആവും. ദെൻ ഒരു 18 വയസ്സ് വരെ എന്ന് പറയുന്നത് അതൊന്ന് സ്റ്റെബിലൈസ് ആവാനായിട്ടുള്ള ടൈം. ദെൻ അതിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു കുട്ടികളെ മനസ്സിന് മുറിവേൽക്കുന്ന രീതിയിലുള്ള പണിഷ്മെൻറ്റ് വേണ്ടാന്ന്. പക്ഷെ നമുക്കിവിടെ
പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്തൂടെ? ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ, ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആയിട്ടാണല്ലേ കൂടുതൽ കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. പാരൻസിന് എത്ര തന്നെ അവരെ വഴക്ക് പറഞ്ഞാലും സ്നേഹത്തോടെ പറഞ്ഞാലും അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും അതിൽ ഒരു പരിധിവരെ മാത്രമേ പാരൻസിൻ്റെ റോൾ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾ അതിൽ കൂടുതൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ പാരൻസും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ അത് തന്നെയാണ്. അതിൽ നിന്ന് എങ്ങനെ ഈ കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തത് എങ്ങനെ കുറയ്ക്കാനായിട്ട് പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതായത് നമ്മളുടെ പേരൻസിന് അവിടെ എപ്പോഴും ഒരു ഡിഫറൻസ്, അതായത് അവർ ആ സമയത്ത് അവരുടെ വിനോദം എന്തായിരുന്നു, ആ പേരൻസിൻ്റെ വിനോദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അവർ ചിന്തിക്കണം. ഇപ്പോൾ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നതും ജസ്റ്റ് മൊബൈൽ യൂസ് ചെയ്യുന്നതും ഡിഫറൻസ് ഉണ്ട്, ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമുക്ക് പറയാം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഈവൻ 3 വയസ്സുള്ള കുട്ടി ഒക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത് അവരായിട്ട് തുടങ്ങുന്ന ഒരു ശീലമല്ല. അവർക്ക് ആ ശീലം എങ്ങനെ ഉണ്ടായി, അവിടെ അതാണ് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം അതാണ്. അതായത് ഇവർ ആദ്യത്തെ സമയത്ത് മൊബൈൽ ഫോൺ എടുത്തപ്പോൾ ദർ വിൽ ബി നോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ പേരൻസിന് കുറച്ചും കൂടി ഈസി ആവും. ഒരു മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി കരയില്ല, കുട്ടി അവിടെ നന്നായിട്ടിരിക്കുന്നു, ഇവർക്ക് വേറെ കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ജോലി ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് മൊബൈൽ ഫോൺ ഇരിക്കുന്നു, മൊബൈൽ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. ഞാനാണെങ്കിൽ ദർ വിൽ ബി എ മെത്തേഡ്, അതായത് ഒരു ബ്രെയിൻ വാഷിംഗ് മെത്തേഡാണ്. പക്ഷേ അത് നമുക്ക് ഇതിനും യൂസ് ചെയ്യാം. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് ഞാൻ പറയാം. അതായത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഒരു കുട്ടിയുടെ മൊബൈൽ ഫോൺ കിട്ടുമ്പോൾ അത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ വാട്ടെവർ ഗെയിംസ് ആണെങ്കിൽ എന്താണെങ്കിലും അതെന്തുകൊണ്ടാണ് ഇത്ര നേരം അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മടുക്കാതെ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് അതായത് ആ ഒരു മൊബൈൽ ഫോൺ ആ കുട്ടിയുടെ ഫോക്കസ് ഒരുപാട് എടുക്കുന്നുണ്ട്. അതായത് ആ കുട്ടിയുടെ ഫോക്കസ്, അത് കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പാകത്തിനുള്ള എന്തോ അതിലുണ്ട്. അത്രയും ഫോക്കസ് വേറെ ഒന്നിലും കിട്ടുന്നില്ല. സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, അവൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഫോക്കസ് മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഗെയിം കളിക്കുക, മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുക. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിലാണ് ഗെയിം കളിക്കുന്നത്, ഞാൻ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മാളിലോ ഒരു ഗെയിം കളിക്കാൻ പറ്റുന്ന സെൻറ്ററിലോ പോയിട്ട് വലിയൊരു സ്ക്രീനിൽ ഐ വിൽ ഗീവ് ടൈം ഫോർ ഹിം. അതായത് കുറച്ചും കൂടെ ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ലുലുമാളിലാണെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗെയിമുകളുണ്ട്. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം. അതായത് ഇത് മാതാപിതാക്കൾ ഇപ്പോൾ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ സമയത്ത് നമ്മൾ കൊണ്ടുപോയെന്ന് വെച്ചാൽ ഇതൊന്നും ചേഞ്ച് ആവില്ല. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ചേഞ്ച് ചെയ്യുക. സോ ഈ ചെറിയ ഗെയിമിൽ നിന്ന് നമ്മൾ വലിയൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുപോയി. സോ വലിയൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുപോയതിന് ശേഷം വി ഷുഡ് കണക്ട് ഇറ്റ് വിത്ത് ഇമോഷൻ. ഇമോഷൻ ഈസ് ദ കീ, ഫോക്കസ് ഈസ് ദ കറൻസി. ഓക്കെ, സോ ഇമോഷൻ, അതായത് ഈ ഗെയിം കളിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് ഒരു ഇമോഷൻ ഉണ്ടാവും. ഓഫ് കോഴ്സ് അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അതിനുശേഷം വീട്ടിൽ വരുന്ന സമയത്ത് ദെൻ വി ക്യാൻ ഡിമാൻഡ് സംതിങ്. ഓക്കെ, അല്ലെങ്കിൽ നീ ഇന്ന് 2 മണിക്കൂർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുവാണെങ്കിൽ നിന്നെ ഞാൻ ഇനിയും കൊണ്ടുപോകാം. ഓക്കെ, സോ ദിസ് ഈസ് ഹാപ്പനിങ്. നമുക്കൊരു ബിഹേവിയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗീവ് സംതിങ് എൽസ് ടു ഹിം. അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവനൊരു വോയിഡ് ഫീൽ ചെയ്യും, ഒരു ബോർഡം ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യാൻ പാടില്ല. സോ നമ്മൾ അവിടെ ഇതിനേക്കാളും വലിയൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുപോകുമ്പം അവൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് അവിടെയായി. സോ ഇത് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം നമുക്ക്. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഭാഗം നമുക്കൊരു ടൈം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് നീ 3 മണിക്കൂർ യൂസ് ചെയ്തു. പെട്ടെന്ന് നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഉണ്ടാവാതെ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. പക്ഷേ ആക്ച്വലി ഇത് ആ കുട്ടിക്ക് അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ല, കുട്ടിക്ക് അത് റിവാർഡിങ് ആണ്. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, പക്ഷെ കുട്ടിക്ക് അത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അതായത് അവന് വലിയ ഒരു ക്യാൻവാസ് കിട്ടുന്നുണ്ട്. അവന്റെ ഫോക്കസ് അവിടെയാണ്. ഫോക്കസ് അവിടെയാണെങ്കിൽ അവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെയാണ്. സോ ഇത് നമ്മൾ 3 മണിക്കൂർ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവൻ 4 മണിക്കൂർ ഡെയിലി ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ അവന് 3 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ അക്സെപ്റ്റ് ഇറ്റ്.
ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അജിറ്റേഷൻ. അജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് റിപ്പീറ്റ് ഇറ്റ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകണം. ഇന്ന ദിവസം കൊണ്ടുപോകാം, ശനിയാഴ്ച കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം. അതിനുശേഷം വന്നതിന് ശേഷം നോക്കി നീ ഇന്ന് അല്ലെങ്കിൽ പുറത്ത് പോയി, ഇപ്പം നമുക്കിവിടെ ടർഫൊക്കെ അവൈലബിൾ ആണ്, ഔട്ട് സൈഡ് കൊണ്ടുപോകാം. 1 മണിക്കൂർ നീ കളിച്ചാൽ നിനക്ക് അവിടെ 1 മണിക്കൂർ തരും. വി ആർ ഡൂയിങ് നത്തിങ്, റൈറ്റ്? നമ്മളവനെ അടിക്കുന്നില്ല, വേദനിപ്പിക്കുന്നില്ല, ഇവൻ അവൻ പോലും അറിയുന്നില്ല. സോ അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ പ്രോസസ്സ്. സെയിം അതുപോലെ തന്നെ. അതായത് അജിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ചുമ്മാ തുടങ്ങിയാൽ പോരാ, ഫോക്കസ് ആൻഡ് ഇമോഷൻസ് ഷുഡ് ബി ദെയർ. ദെൻ റെപ്പറ്റീഷൻ. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പതിയെ ഇവിടുത്തെ സമയം കുറയും, അവിടുത്തെ സമയം കൂടി. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവിടുത്തെ സമയം കൂടിയില്ലെന്നല്ല, പക്ഷെ ദാറ്റ് ഈസ് കൺട്രോൾഡ് വൺ. നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്ക് ഡെയിലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല. വീക്ക്ലി വൺസ് മതിയോ? വീക്ക്ലി വൺസ് അല്ല, അതാണ് ഞാൻ പറയുന്നത്. അതായത് അവിടെ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോകുന്നതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നു. ഇവിടെ നമ്മൾ മൊബൈൽ മാറ്റിക്കൊണ്ടിരിക്കുവാണല്ലോ. അതോടൊപ്പം തന്നെ പുറത്ത് പോയി ടർഫിൽ പോയി കളിക്കുന്നു. ബുക്സ് ഓക്കെ, ഇന്ന് നീ ബുക്സ് വായിക്കൂ, നീ പഠിക്കൂ, 1/2 മണിക്കൂർ പഠിക്കൂ, ഇങ്ങനെ അത് ഫില്ലപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവനെ കൊണ്ടുപോകണം. ബിക്കോസ് ഇതൊരു അഡിക്ഷനിൽ നിന്ന് മാറിയില്ലേ അവൻ. ഒരു ദിവസം ഒരു കുട്ടി എന്ന നിലയ്ക്ക് അല്ല ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? അല്ലാതെ ആരും നിൽക്കില്ലല്ലോ. സോ ഇതൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സ് എക്സിസ്റ്റിംഗ് ആണ്. ആ സമയത്ത് നമ്മൾ കുട്ടിയെ വടിയെടുത്ത് അടിക്കുക, നമുക്കൊക്കെ അറിയാം. നമുക്കൊക്കെ ചെറുപ്പത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു മൈൻഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഒരു റിവെഞ്ച് മെന്റാലിറ്റി ഒക്കെ വരാം. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബയോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിലുള്ള, അതായത് ചെറിയ കണ്ടീഷനിലാവും. ആയാൽ പോലും അവരുടെ മൈൻഡിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ അഫക്റ്റ് ചെയ്യും. ഞാൻ പറയുന്ന പോലെ നമുക്ക് ഈ വൂൺസ് എപ്പോഴാണ് ഉണ്ടാവുന്നത് പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് ഇറ്റ്. നല്ല ഉപായം. കാരണം നമ്മുടെ പാരൻസ് ഒക്കെ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കട്ടെ, കുട്ടികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയട്ടെ. പിന്നെ അതേപോലെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന പറയുകയുണ്ടായി. അതായത് ടീച്ചേഴ്സ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടീച്ചേഴ്സിനെ കുട്ടികളെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ടീച്ചേഴ്സ് അബദ്ധവശാൽ കുട്ടികളെ അടിച്ചാൽ പാരൻസ് എന്തായാലും ഇടപെടും. അതുമാത്രമല്ല, ഇപ്പോൾ നടത്തിയ പ്രസ്താവന ഞാൻ ഒന്നുകൂടി പറയുന്നു. അതായത് കുട്ടികൾ ടീച്ചേഴ്സിനെ എന്തെങ്കിലും അടിച്ചാലോ ഇനി എന്തെങ്കിലും പറഞ്ഞാലോ ടീച്ചേഴ്സിന് തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അപ്പൊ ഇതിനോട് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അതിനോട് ചേർന്ന് തന്നെ പറയാം. അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അടിച്ച് ശരിയാക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതി അത് ഔട്ട്ഡേറ്റഡ് ആണ് സത്യത്തിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ടീച്ചറിനെ അടിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്ത് റീസൺ കൊണ്ടായിരിക്കും? ബിക്കോസ് അതിലൊരു എനിമി ആയിട്ടൊക്കെ അവർ ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അത് പ്രൊഫഷണൽ ആണെങ്കിലും വാട്ടവർ, നമ്മൾ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് അത് ആ കുട്ടികളെന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. കുട്ടികളെന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. ദേ ആർ പേയിങ് ഫോർ ലേണിംഗ്, അല്ലേ? ദേ ആർ പേയിങ് ഫോർ ലേണിംഗ്. അപ്പോൾ ടീച്ചേഴ്സ് നമ്മൾ പറയും ഇപ്പം എൻ്റെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അറിയുന്ന മുതിർന്നവരാണെങ്കിൽ പോലും പണ്ടത്തെ ആ ഒരു ആത്മാർത്ഥത ടീച്ചർമാർക്കില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് തമ്മിലൊരു കണക്ഷൻ ഇല്ല. അതായത് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടി എങ്ങനെയുള്ള കുട്ടിയാണെന്ന് അറിയില്ല. പണ്ട് ഉള്ള ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം വരെ അറിയാവുന്നവരാണ്. ഒരു പാരന്റ്സ് ടീച്ചർ ബോണ്ട് ഉണ്ട്. ഓഫ് കോഴ്സ് അവർ അതായത് ഈ കുട്ടി ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള സാഹചര്യം, അവൻ്റെ മാതാപിതാക്കൾ ആരാണ്, ഇതൊക്കെ അതിനുള്ള സമയം അവർ കണ്ടെത്താറുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പ്രൊഫഷണലായിട്ട് എടുക്കുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കുട്ടികൾക്കും ഓരോ നീഡ്സ് ഉണ്ട്. സോ ഈ ഇൻഫ്ലുവൻസ് പെർസുവേഷൻ എന്നൊക്കെ പറയുന്നത് അതൊരു നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഗതിയൊന്നുമല്ല. ഇത് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു സംഗതിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ആ ഒരു ടീച്ചർ സ്റ്റുഡൻറ് ആ ഒരു ബോണ്ട് കുറച്ചുകൂടി കൂടിയതായിട്ടല്ലേ തോന്നുന്നുണ്ടാവും. പണ്ട് ആ ഒരു ഭയമായിരുന്നു. അതെ, റെസ്പെക്ട് എന്നുള്ള എൻ്റെ പെർസ്പെക്റ്റീവ്, ദിസ് ഇസ് മൈ പെർസ്പെക്റ്റീവ്. ഫ്രണ്ട്ലി ആണെങ്കിൽ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം എന്തിനു ചോദിച്ചു? ഇപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ്. അതായത് നമുക്ക് ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ടീച്ചേഴ്സിനെ ചീത്ത പറയുക, ടീച്ചേഴ്സിനെ തല്ലുക.
ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ ടീച്ചേഴ്സിനെ പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പണ്ട് ടീച്ചേഴ്സ് തല്ലാറുണ്ട്, അത് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേരൻറ്റിങ് ട്രെയിനിങ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ പൊതുവെ യൂസ് ചെയ്തിട്ട് ഈ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ചില കുട്ടികൾക്ക് വാലിഡേഷനാണ് ആവശ്യം. അത് ചില വാലിഡേഷൻ, അതായത് നീ കൊള്ളാം, നീ ഇവിടെ ഉണ്ട്. ചില കുട്ടികൾക്ക്, അതായത് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഓപ്പൺ ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇവരെയൊക്കെ ഒരേ സമയം ഒരേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കത് കണക്റ്റ് ആവും, ചിലർക്കത് കണക്റ്റ് ആവില്ല. അപ്പോൾ ഓരോ കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളത് ഇത് വളരെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് അവൻ, അതായത് ഫോർ എക്സാമ്പിൾ, കൃത്യമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് സംസാരിച്ചാൽ മതി. ഇവൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണ്, ഇവൻ്റെ പേഴ്സണാലിറ്റി ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, പേഴ്സണാലിറ്റി മാറ്റി നിർത്തിയാൽ പോലും അവൻ്റെ നീഡ്, അവൻ ഏത് തരത്തിലാണ്, അവൻ്റെ ഡിസിഷൻ ഏത് തരത്തിലാണ് എടുക്കുക. അതായത് ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു 6 പില്ലേഴ്സ് പറയാം. അതായത് ചിലർ ഡീവിയൻസ് ആയിരിക്കും, അതായത് മറ്റുള്ളവരിൽ നിന്ന് യുണീക്ക് ആയിട്ടുള്ള ഡിസിഷൻസ് ഞാൻ എടുക്കുള്ളൂ. മറ്റു ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവൽറ്റി എന്ന് പറയും, അതായത് ക്യൂരിയസ് ആണ്, അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സാധനം വന്നാൽ അപ്പം എനിക്കത് വേണം. സോ ദാറ്റ് ഈസ് നോവൽറ്റി. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കും തോന്നുക. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാരൊക്കെ ചില ആൾക്കാർ അങ്ങനെയാണ്. ചില ആൾക്കാർ പറയും, ഞാൻ ആ കടക്കാരനുമായിട്ട് ഭയങ്കര, എനിക്കറിയാം പുള്ളിയെ, ഞാനതുകൊണ്ട് വേറൊരു കടയിൽ പോയി സാധനം മേടിച്ചു, ഇനി അയാൾക്ക് എങ്ങനെ തോന്നും, അതുകൊണ്ട് കുറച്ച് പൈസ കൂടുതലാണെങ്കിലും അവിടെ നിന്ന് പോയി മേടിക്കും. മറ്റു ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കൺഫോമിറ്റി, അതായത് എല്ലാവരും അവിടെ പോയി മേടിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ പോയി മേടിക്കുന്നു. മറ്റ് ചില, ഇപ്പം ഞാൻ നോവൽറ്റിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയാണ്, അതുകൊണ്ട് കുറച്ച് പൈസ കൂടുതലാണെങ്കിലും അവിടെ പോയി മേടിച്ചേക്കാം. മറ്റ് ചില ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ്. ഇൻവെസ്റ്റ്മെൻറ്റ് പൈസ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എനർജി, എഫേർട്ട്. അതായത് ഒരു ദിവസം വാടിയതാണെന്നല്ലേ ഉള്ളൂ, 10 രൂപ കുറച്ച് കിട്ടുമല്ലോ, അവിടെ പോയി മേടിക്കും. പിന്നെ വരുന്നത് നെസസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇന്നൊരു സാമ്പാർ വെക്കണമെങ്കിൽ ഇന്നത്തേക്കുള്ളത് മേടിക്കും. ഈ തരത്തിൽ ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നീഡ് എന്ന് പറയുന്നത് നമ്മുടെ വൂൺസ് ആണ്. എനിക്ക് എന്താണോ വേണ്ടത്, അതായത് എൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ്, ഇമോഷണൽ വാണ്ട്. അതായത് എനിക്ക് ചിലപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയാവണം, ഞാൻ എവിടെ ചെന്നാലും എനിക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടണം എന്നുള്ള എൻ്റെ ഒരു നീഡാണ്. അറ്റൻഷൻ സീക്കിങ്, എല്ലാം അറ്റൻഷൻ സീക്കിംഗ് ആണ്. മറ്റു ചിലർക്ക് ഗ്രൂപ്പായിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, അത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ഗ്രൂപ്പ് അല്ല. ഇപ്പം ചില ആൾക്കാർ പറയില്ല, ഇപ്പം അവർ യാത്രയൊക്കെ പോയാലും ഒക്കെ ഗ്രൂപ്പായിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ ചേർത്തായിരിക്കും അവർ കൂടുതൽ പറയുക. അവർ ഞാൻ ഐ ചേർത്ത് അങ്ങനെ പറയാറില്ല. അവരെപ്പോഴും ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ ചായ കുടിക്കാൻ ഇവിടെ പോയി. ചിലപ്പം ഈ പറയില്ലേ, ഒറ്റയ്ക്കൊരു സിനിമയൊന്നും പോയി കാണില്ല. എപ്പോഴും ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാവും. അതായത് അവർക്ക് എപ്പോഴും ഒരു സമൂഹത്തിൽ ഒന്ന് ഫിറ്റിനാവാനായിട്ട് അവർ എന്തും ചെയ്യും. പിന്നെ വരുന്നത് അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡേഷൻ. അതായത് അവരെ ആരെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്താലും ഇതെങ്ങനെയുണ്ട്, ഇത് കൊള്ളാവോ, കാരണം അവർക്ക് സ്വന്തമായിട്ട് അവർക്കൊരു വാലിഡേഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ആവശ്യമുള്ള കുട്ടിക്ക് വാലിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. വി ആർ ഗിവിങ് ദ അഡ്വൈസ് ടു എ റോങ് പേഴ്സൺ. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. അപ്പോൾ ഒരു ടീച്ചർക്ക് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ആ കുട്ടിയെപ്പറ്റി സംസാരിക്കാം. ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെ മാത്രം ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ ക്ലാസ്സുകളിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത്ര ഈസിയാണത്. ദെൻ ഞാൻ പറഞ്ഞ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഡയറക്റ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഏത് തരത്തിലുള്ള ഡിസിഷൻസ്. നെക്സ്റ്റ് വൺ, അതിനോട് ചേർന്ന് തന്നെ പോകുന്നത് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ലൈഫിൻ്റെ ഗോള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് പറയുന്ന ഗോളുകളല്ല, ഈ ഗോളുകൾക്കെല്ലാം ഒരു ഉള്ളിൽ ചില ആൾക്കാർക്ക് അവരെത്ര പൈസ മുടക്കി, പൈസയോ അല്ലെങ്കിൽ അവരുടെ സമയം, അവരെവിടെ നിൽക്കുന്നു, എന്ത് കഴിക്കുന്നു, ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല. ചിലപ്പോൾ അവർക്ക് ഗ്രോത്ത് ആയിരിക്കും. അതായത് അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും ഗ്രോ ചെയ്യാനായിട്ട്. ഇതെല്ലാം ഈ നീഡിൽ നിന്നും ഒക്കെ ഉണ്ടായി വരുന്ന കാര്യങ്ങളാണ്. സോ ഒരു വ്യക്തിയുടെ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഫ്രീഡം ആയിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ
ഒരാളിൽ നിന്ന് 5 മിനിറ്റ് സംസാരിച്ചാൽ കിട്ടുന്ന കേസേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ടീച്ചേഴ്സ് ഇപ്പോൾ പൊതുവെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടെക്നിക്കലാണ്. അവർ വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു എന്ന് പറയുന്ന ഒരു രീതികൾ. സോ ഇതൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇതെവിടെ സ്കൂളുകളിൽ നിന്നുള്ളതല്ല, എവിടെ. ഓക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പറയുമ്പോൾ ആ ഒരു കുട്ടികളുടെ കുറച്ച് നമുക്ക് സ്റ്റേജ് കുറച്ചുകൂടി ഹയർ ലെവലിലോട്ട് പോകാം, ഒരു ജെൻസി കിഡ്സ് അതിലേക്ക് എത്തി നിൽക്കാം. അതായത് അങ്ങനെയുള്ള ആൾക്കാരിൽ ഇപ്പോൾ ഒരു റിലേഷൻ അവർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം കുറച്ച് മുന്നത്തെ കാലത്തൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവർക്കൊരു റിലേഷൻ, ആ ഒരു ബോണ്ടിൽ കൂടുതൽ, ഇങ്ങനെ പറയുമ്പോൾ പല എതിർപ്പുകളും വരുമായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു റിലേഷൻ, ഒരു പ്രണയം ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, വാല്യൂ കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ടും ഒരു ലിവിങ് റിലേഷൻ, അതിനോടാണ് കൂടുതൽ അവർക്ക് താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് യുഗത്തിൽ ജീവിച്ചാലും നമ്മളിപ്പോഴും ആ പഴയ പ്രൈമേറ്റ്സ് തന്നെയാണ്. എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. നമ്മുടെ ചുറ്റിലുള്ള സാഹചര്യങ്ങൾ മാറുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റവും ഇല്ല. അതായത് നമ്മൾ പണ്ട് കാടുകളിൽ ജീവിച്ച് ഗോത്രങ്ങളിൽ ജീവിച്ച മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരിപ്പോൾ സിറ്റിയിൽ വന്ന് ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ മുന്നോട്ട് എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് അവനെപ്പോഴും സീക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലുണ്ടാവുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ അതിൽ ചോദിക്കാം, ലിവിങ് റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ജെൻസി കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ സ്കെയില്, അതെന്താണ് അതിൻ്റെ സ്കെയിൽ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾ എങ്ങനെയാണ് അതിനെ താരതമ്യം ചെയ്തത്? ഇത് എന്നോട് ചോദിക്കുന്നതാണ്. എങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്? അതായത് ഒരു 10 വർഷം മുമ്പത്തെ സാഹചര്യവും ഇപ്പോഴത്തെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള കാര്യം എന്താണ്? രണ്ട് സ്കെയിലാണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യത്തെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുകയാണ്, കാലഘട്ടം വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ ആ ഒരു മനോഭാവത്തിൽ ചേഞ്ച് വരുവാണല്ലോ. ദേ ആർ ദേർ. അതായത് അവരുടെ നോർമൽ അതാണ്. നമ്മുടെ നോർമൽ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുക, അല്ലേ? പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാവരും പ്രോഗ്രസീവ് ആയിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അതായത് നമ്മുടെ മുമ്പുണ്ടായിരുന്ന പ്രൈമേറ്റ്സിൽ നിന്ന് പ്രോഗ്രസീവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പ്രോഗ്രസീവ് ആകാൻ പാടില്ല എന്നാണ്. അതായത് നമ്മൾ ഇവോൾവ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്ന കണക്കിനാണെങ്കിൽ. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഏതൊരു റിലേഷൻ ആയാലും അതിന് നമ്മുടെ ഒരു സെൽഫ്, നമുക്കൊരു ആ ഒരു ആത്മാർത്ഥത, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരില്ല. സോ ഇദ്ദേഹത്തിന് ആത്മാർത്ഥത എന്ന് പറഞ്ഞു. ഈ ആത്മാർത്ഥതയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയാം. വാട്ട് യു മീൻ ബൈ ദാറ്റ്? നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ജെൻസി കിഡ്സിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു റിലേഷനിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ ഞാൻ ആത്മാർത്ഥത എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു റിലേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റൊരു റിലേഷനിലോട്ട് കമ്മിറ്റഡ് ആവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്റ്റിൽ ആത്മാർത്ഥത ആൻസർ ഈസ് പെൻഡിങ്. ഓക്കെ. ആത്മാർത്ഥത, ഇപ്പം സിൻസിയാരിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്താണോ, അതായത് ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എൻ്റെ ശരി അതായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലേ? പക്ഷെ അങ്ങനെ എല്ലാവരും അവരവരുടെ ശരികൾ ചെയ്യാൻ തുടങ്ങിയാൽ ഹ്യൂമൻസ് ഇവിടെ ഉണ്ടാവില്ല, അല്ലേ? ഡ്രോബാക്സ് എല്ലാവർക്കും ഉണ്ടാവും. അല്ലല്ല, ഹ്യൂമൻസ് ഉണ്ടാവില്ല. കാരണം എൻ്റെ ശരി ഇപ്പം ഒരാളെ കൊല്ലുന്നതാണെന്നുണ്ടെങ്കിൽ അയാൾ മരിക്കും, അല്ലേ? സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചു. അതായത് നിങ്ങളെ ശരി ഇതായിരിക്കാം, പക്ഷെ അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഹേർട്ട് ചെയ്യാൻ പാടില്ലാത്ത ഏത് തരത്തിലുള്ള ശരികളും നിങ്ങൾക്ക് ചെയ്യാം, അല്ലേ? നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞു ആത്മാർത്ഥത അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അതായത് ഒരു വ്യക്തി ഒരാൾക്ക് കമ്മിറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ മറ്റൊരാളുമായിട്ട് അയാളുടെ പുറകെ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞു. ഒന്നല്ല ഒന്നിൽ കൂടുതൽ. അതെ അതെ അതെ. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? യു ആർ ജഡ്ജിങ് സമ്മൺ വിത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യുവാണ്. യു ആർ ലൈക്ക്, അതായത് നമ്മൾ ലോകത്തെ കാണുന്നത് 5 ടൈപ്പ് ലെൻസ് ഉണ്ട്. ഓക്കെ, ബേസിക്കലി 4 ടൈപ്പ് ലെൻസ് എന്ന് പറയാം. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ബ്രോക്കൺ ആണ്. ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ ഹൈലി റിയാക്റ്റീവ്, ഹൈലി ജഡ്ജ്മെൻറ്റ്. ദേ ട്രൈ ടു ഫിക്സ് പീപ്പിൾ. എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയിട്ട് അവരെ ഫിക്സ് ചെയ്യുന്നുള്ളതല്ല. ഇവർക്കിതിങ്ങനെ ചെയ്യാൻ പാടില്ലേ, ഇവർക്കത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ ആർ ബ്രോക്കൺ റിയലി. നെക്സ്റ്റ് ലെൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ്. അതായത് ഇവിടെ ജഡ്ജ്മെൻ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അത്ര കൂടുതലല്ല കാര്യങ്ങൾ. അതായത് എല്ലാ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്,
എന്നാലും അവരത് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു ചെറിയ തരത്തിലുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ടാവും, റിയാക്ഷൻ കുറച്ച് കുറയും. നെക്സ്റ്റ് കാര്യത്തിലേക്ക് വരുമ്പോൾ ഫാക്റ്റ്, അതായത് അവരങ്ങനെയാണ്, അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ആ സാഹചര്യത്തിൽ ജീവിക്കാം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഫോർത്ത് ലെയർ എന്ന് പറയുന്നത് റീസൺ. അതായത് ഇങ്ങനെയുള്ള ഈ ഒരു ലെയറിൽ വരുന്ന സമയത്ത് ജഡ്ജ്മെൻറ്റിൽ 0 എന്ന് വേണമെങ്കിൽ പറയാം, റിയാക്ഷൻ ഉണ്ടാവില്ല. ദേ വിൽ സീ അതേഴ്സ് ആസ് എ റീസൺ. അതായത് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് ദർ ആർ സം റീസൺ, ദർ ആർ സം റൂട്ട് കോസ്. സോ ഇങ്ങനെ നമ്മൾ ലോകത്തെ കാണാൻ തുടങ്ങുമ്പോൾ വി സീ പീപ്പിൾ, അതല്ലെങ്കിൽ നമ്മൾ അവരുടെ ചൈൽഡ്ഹുഡ് കാണാൻ ശ്രമിക്കും. പക്ഷേ ഇത് അറ്റ് ദ സെയിം ടൈമിൽ കുറച്ച് ഡേഞ്ചർ എന്ന് ഞാൻ പറയുന്നില്ല, ദർ ആർ സം ഡ്രോബാക്സ്. ബിക്കോസ് എല്ലാവർക്കും ഈ ലെയറിലേക്ക് എത്താൻ പറ്റില്ല. ഇതൊരു സ്റ്റേജ് എന്ന് നമുക്ക് പറയാം, ഒരു ലെയർ. ആ ലെയറിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു വ്യക്തി അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ കുറച്ച് എമ്പതറ്റിക് ആയിരിക്കും. അതായത് ആൾക്കാർ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർ റീസൺസ് ആയിട്ട് കാണും. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ലെവലിലേക്കൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അവിടെ എന്തായാലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള അറൗസൽ ഉണ്ടാകുന്ന സമയത്ത് ഇതൊന്നും വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. സോ നമ്മൾ ഇപ്പോൾ ഈ ആൾക്കാരെ റീസൺസ്, അതായത് ജെൻസി കിഡ്സിൻ്റെ കാര്യം പറഞ്ഞു. ജെൻസി കിഡ്സ് അങ്ങനെ ചെയ്യുന്നു. ദർ ആർ റീസൺസ് വൈ അവരെന്തുകൊണ്ട് അങ്ങനെയായി, എന്തുകൊണ്ട് അങ്ങനെയായി. അവർ കിഡ്സാണ് അല്ലേ, ജെൻസി കിഡ്സാണ്. അവരെ ആരാണ് വളർത്തിയത്? ഈ സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത്? ആൻഡ് ഓൾസോ പ്രോഗ്രഷൻ ഓൾവേസ് ഹാപ്പൻ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ എവല്യൂഷണറി സൈക്കോളജി അല്ലെങ്കിൽ എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ സയൻസ് എന്ന് പറയുന്നൊരു സാധനം, അതായത് സയൻസ് എന്ന് പറയുന്ന സാധനം മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം മനുഷ്യൻ, ഹ്യൂമൻസ് എങ്ങനെയാണ് ഇവോൾവ് ആയത്, അവരെങ്ങനെയാണ് ജീവിച്ചത്. സയൻസിന് മൊറാലിറ്റി വേണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. സയൻസ് ഡസൻറ്റ് ഹാവ് മൊറാലിറ്റി. സയൻസ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, ഇങ്ങനെയൊക്കെയാണ് ജസ്റ്റ്, അതായത് ഈ കഴിഞ്ഞു പോയ തൊട്ട് നിമിഷം വരെ നിങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചത്, അതുകൊണ്ട് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ, ഇതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺസ്, അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് സയൻസ് പറയുന്നില്ല. സയൻസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളിങ്ങനെ ജീവിക്കണം അങ്ങനെയും പറയുന്നില്ല. പക്ഷേ അതിന് മൊറാലിറ്റി ഇല്ല. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ ഇവോൾവ് ആയത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൃഗങ്ങൾ, ആനിമൽസ്, ബേർഡ്സ്, ഇവരൊക്കെ ജീവിച്ച് വന്ന പോലെ തന്നെയാണ് നമ്മളും ഒരു ടൈം വരെ ജീവിച്ചത്. അതിനുശേഷം അതിലേക്ക് ബിലീഫ് ഉണ്ടായി, കൾച്ചർ ഉണ്ടായി, നമ്മൾ സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന നേച്ചറിലുണ്ടായ മൃഗങ്ങളും നമ്മളും രണ്ടാണ്, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ പറയുന്ന ജെൻസി കിഡ്സ് ആണെങ്കിലും നമ്മളാണെങ്കിലും കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആവുന്നു, എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആവുന്നു എന്നുള്ളതല്ലാതെ നമ്മളെ സീക്ക് ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മൾ സീക്ക് ചെയ്യുക, അതായത് ത്രെട്ട് ആൻഡ് സേഫ്റ്റി, അല്ലെങ്കിൽ ത്രെട്ട് ആൻഡ് റിവാർഡ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്തെങ്കിലും ഒരു റിവാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ത്രെട്ട് ഉണ്ടാവും. ഇതാണ് ഹ്യൂമൻസിനെ ഡ്രൈവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഇത് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഇതിലൂടെ തന്നെ സഞ്ചരിക്കത്തുള്ളൂ. പക്ഷേ സാഹചര്യങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഞാനിനി മറ്റൊന്ന് ചോദിക്കാം. അതായത് രണ്ട് വ്യക്തികൾ, അപരിചിതരായിട്ടുള്ള രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നു. അങ്ങനെ ആ സംസാരം കുറച്ചുകൂടി എന്താ പറയുക, പ്രണയത്തിലാവുന്നു. പിന്നെ അവരുടെ കൂടിക്കാഴ്ചകളായിക്കോട്ടെ, മെസ്സേജിങ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ശേഷം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുന്നു. അതിനുശേഷം ആ അഭിപ്രായ ഭിന്നത ഉണ്ടായത് മുതൽ അവർ തമ്മിൽ ഒരു തരം റൈവൽസിന്റെ പോലെ ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റുണ്ടായാൽ അവർ റിയാക്ട് ചെയ്യും. ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു, അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യം വ്യക്തിക്ക് വന്നു. ഈ വ്യക്തി കുറച്ച് ഒരു ചെറിയ രീതിയിലൊരു സെലിബ്രിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഹാവ് സം ഫെയിം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ടി വരും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെൺകുട്ടികളുണ്ടാവാം, ആൺകുട്ടികളുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ എന്തോ കാര്യത്തിന് മൊബൈൽ എടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടു. പക്ഷേ ഇത് ആക്ച്വലി ഇദ്ദേഹം അങ്ങനൊരു വ്യക്തിയല്ല. ബിക്കോസ് എന്നോടൊരു കാര്യം സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിം, ഐ ക്യാൻ സീ ഹിം. അതുകൊണ്ട് തന്നെ എനിക്കതിൽ പ്രത്യേകിച്ച് എത്തിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് ചില സമയത്ത് നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അപ്പുറത്തേക്കുന്ന ആൾക്കാർക്ക് കള്ളമായിട്ട് തോന്നും. അപ്പോൾ
ആ പാർട്ട്ണർ ഇതിനെപ്പറ്റി സംസാരിച്ച പാർട്ട്ണർ വളരെ ഇമ്പൾസീവാണ്, ഇമോഷണലി വളരെ ഹൈ ആവുന്ന വ്യക്തിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ലോജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻസും വർക്കൗട്ട് ആവില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന ഈ വ്യക്തി ഹൈലി ലോജിക്കലാണ്. സോ ഇവിടെ ഇമോഷൻ, ഇവിടെ ലോജിക്ക്, ഇതൊരിക്കലും കമ്പാറ്റബിൾ ആവില്ല ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ആട്ടെ മടുത്ത് ഞാൻ സമ്മതിച്ച് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു പോയി. പക്ഷേ ഇത് ആക്ച്വലി ഈ വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയല്ല. ഈ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെയെങ്കിലും തീരട്ടെ. കാരണം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹൈ സ്ട്രെസ്സിലേക്ക് വരുവാണ്. ഇത് വേറെ എല്ലാ കാര്യത്തിനെയും ഇത് അഫക്റ്റ് ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നില്ല, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല, ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇത് എങ്ങനെയും തീരട്ടെ എന്നുള്ള രീതിയിൽ ഓക്കെ ഇത് ഞാൻ സമ്മതിച്ചു, ഞാനത് ചെയ്തു, ഇനി എന്താ വേണ്ടേ അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇതേ സാഹചര്യം, അതായത് ഈ പറയുന്ന വ്യക്തികളുടെ എല്ലാം ഇദ്ദേഹമായിട്ട് സംസാരിച്ച് ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള, കാരണം ഇതെല്ലാം എനിക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ ഞാനിത് കണ്ടതായതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇതൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. സോ ഇതുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഈ വ്യക്തി, അതായത് ആ പാർട്ട്ണർ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കുക എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ചാറ്റും കാര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ ഇദ്ദേഹം ആരോടൊക്കെ സംസാരിച്ച് അവരെല്ലാം വിളിച്ചിട്ട് എന്തോ വാട്ടവർ രീതിയിൽ സംസാരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് എന്താണോ അവിടെ ഇമോഷണൽ പേഴ്സണ് എന്താണ് ആവശ്യം ആക്ച്വലി. ഇപ്പോൾ ഇദ്ദേഹം ഇമോഷണലായിട്ട് നിൽക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ലോജിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, ഓക്കെ, കേൾക്കാൻ തയ്യാറാവണം. ഇത്രയും ചെയ്താൽ മതി. ഈ സെയിം കാര്യം ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഹി ഡൺ ലൈക്ക് ദാറ്റ്. ഈ ഹൈ ആയിട്ട് നിന്ന വ്യക്തി വളരെ കാമായി. അവർ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതായത് ഒരു സർവൈവൽ മോഡിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. സർവൈവൽ മോഡിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആനിമൽ തുല്യമായി. അതിനെ നമ്മൾ കാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇദ്ദേഹം നീ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ നീ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നു തുടങ്ങിയ കുറേ കാര്യങ്ങൾ. സോ നമ്മളിവിടെ അവരുടെ ബ്രെയിനെ ടച്ച് ചെയ്യുന്നില്ല, ബ്രെയിനുള്ളിലുള്ള അവരുടെ ആനിമൽ ബ്രെയിനെ ടച്ച് ചെയ്യുന്നു. സോ ദ പ്രോബ്ലം കംപ്ലീറ്റ്ലി സോൾവ്ഡ്. ദേ ആർ ലിവിങ് ഹാപ്പിലി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരുപാട് ബോഡി ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഓക്കെ, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഒരു നോളജ് നിങ്ങൾക്കറിയാം. ഇപ്പം ഇദ്ദേഹം ഇപ്പം എല്ലാവരും കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ്, ഇത് റെപ്പിറ്റേറ്റീവായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു ബോഡി ലാംഗ്വേജിൽ പറയുക എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് കാര്യം, നമുക്ക് ഒരു വ്യക്തിയിലെ ചേഞ്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് ലൈൻ ബിഹേവിയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബേസ് ലൈൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക. ബേസ് ലൈൻ ബിഹേവിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആളുകൾ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം ഇപ്പം ബോഡി ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ശരിക്കും ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് പ്രിഫറബിൾ ആണ്. പൊതുവെ ആരും അങ്ങനെ പറയാറില്ല, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പ്രിഫറബിൾ ആണ്. കാരണം മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആളുകളെ കണ്ടാലും, അല്ലെങ്കിൽ അവരുടെ ഓരോ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ സിംറ്റംസ് നമ്മൾ അറിഞ്ഞിരിക്കും. ചില വ്യക്തികൾ പെട്ടെന്ന് ആൻഷ്യസ് ആവുന്ന വ്യക്തികളായിരിക്കും. മറ്റു ചില വ്യക്തികൾ ഹൈ ടെമ്പർ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാവണം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ചൊരു ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാറ്റുണ്ടോ, ഇവിടുത്തെ വെളിച്ചത്തിൻ്റെ അളവ്, ഇവിടുത്തെ ടെമ്പറേച്ചർ എത്ര, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ നോർമലായിട്ടുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബിഹേവിയർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാറി കാൽ വെക്കും, ഇങ്ങനെ ഇരിക്കും, ഇല്ല ഇങ്ങനെ ഇരിക്കും, അത് റിപ്പീറ്റഡ് ആവുന്നുണ്ടോന്ന്. സോ ഇതെല്ലാം വെച്ചിട്ട് ഒരു ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചാണ്. അതായത് അവരുടെ ബോഡി ഒരു ബിഹേവിയറിൽ നിന്ന് മറ്റൊരു ബിഹേവിയറിലേക്ക് ഉണ്ടാവുന്ന ചേഞ്ച്. ഈ ചേഞ്ച് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളൊരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നു, ആ ചേഞ്ച് അവർക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ചേഞ്ച് ആണെങ്കിൽ, ഇപ്പോൾ
എന്തോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ബ്ലിങ്ക് ഇങ്ങനെ വരുന്നുണ്ട്. സോ ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇത് ഓക്കെ ഇത് പറയുന്നത് കള്ളം നുണ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഞാനിപ്പോ വലത്തോട്ട് നോക്കിക്കൊണ്ടിരുന്ന അതിലേക്ക് വരാം, ഞാൻ അതിലേക്ക് വരാം. ചേഞ്ചിന് ശേഷം പിന്നെ വരുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്, ഈ ടോട്ടൽ, അതായത് കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പം അവിടെ സംഭവിക്കുന്ന കാര്യം, ടോപ്പിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോണ്ടെക്സ്റ്റിൽ വരും. ദെൻ ക്ലസ്റ്റർ, അതായത് നോർമലി നമ്മൾ പറയില്ലേ ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കള്ളത്തരമാണ്. ഇതൊന്നും കള്ളത്തരമല്ല. അതായത് ഇതിന് പല റീസൺസ് ഉണ്ടാവാം. ക്ലസ്റ്ററായിട്ട് അതൊരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ആണ്. അതൊരു 2 അതിൽ കൂടുതലോ ബിഹേവിയേഴ്സ് ഒരേ സമയം ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് അല്ല, ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓക്കെ, ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അയാൾ കള്ളം പറയുന്നു എന്നുള്ളതല്ല, കോൺഷ്യസ് ആണെന്നാണ്, അയാൾ സ്ട്രെസ്ഡ് ആവുന്നു എന്നുള്ളതാണ്. കാരണം സ്ട്രെസ്സാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രെസ്സ് അതെന്താണെന്ന് വെച്ചാൽ ഈ നുണ എന്ന് പറയുന്ന സാധനം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സസൈസ് ചെയ്യാം. കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ABCD ലാസ്റ്റ് വരെ Z വരെ പറയുക. ഓരോ അക്ഷരം പറയുമ്പോഴും ജസ്റ്റ് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, ചെറു സ്പീഡ് പോട്ടെ. ഈ സെയിം സാധനം തന്നെ ക്ലാപ്പ് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് പോട്ടെ. പ്ലീസ് ചെയ്യേ പയ്യെ ചെയ്താൽ മതി. പയ്യെ മീൻസ് മാക്സിമം സ്പീഡ് ചെയ്യാൻ ശ്രമിക്കുക, നോർമൽ പോലെ. ട്രൈ Why? What happened? Just try. ZYXW. What happened? മൈൻഡിൽ ഒരു ബ്ലോക്ക് ഫീൽ ചെയ്തല്ലേ? ചെയ്തു. കള്ളം പറയുന്ന സമയത്ത് ഇങ്ങനെയാ സംഭവിക്കുക. ഞാനതിനിപ്പോ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറയും. ഇതാണ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ ശീലിക്കാത്തൊരു കാര്യം നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ ഒരേ സമയത്ത് നിങ്ങൾക്ക് അതായത് നമ്മൾ ABCD എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് നമ്മുടെ ഒരു ബ്രെയിൻ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സർക്യൂട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. A എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട, A കഴിഞ്ഞാൽ B ഓട്ടോമാറ്റിക്കായിട്ട് വരും അല്ലേ? സോ അതോടൊപ്പം തന്നെ ഇത് വയർഡായി നോർമലി വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ തിരിച്ച് നമ്മുടെ ബ്രെയിനിന് അത്ര പരിചയമില്ല. സോ ഓരോ അക്ഷരം ആലോചിക്കുമ്പോൾ ബ്രെയിനിന് ലോഡ് എടുക്കണം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ തരുവാണ്, മൾട്ടി ടാസ്കിങ് എന്ന് വേണേൽ പറയാം. ബ്രെയിൻ മൾട്ടി ടാസ്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ കള്ളം പറയുന്ന സമയത്തും അല്ല, കള്ളം പറയാൻ ഇതാണ് ദിസ് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ആണ്. അതായത് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. എന്ത് കാര്യം? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണം, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻട്രോഗേഷൻ റൂമിലാണ്, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് ആക്ച്വൽ ആയിട്ടുള്ള ആൻസർ പറയാൻ താല്പര്യമില്ല. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുക, വേറൊരു കാര്യം ആലോചിക്കും. ആ ആലോചിക്കുന്ന കാര്യം നിങ്ങളുടെ ബ്രെയിന് പരിചയമില്ല, യു ആർ കൺസ്ട്രക്റ്റിങ് ഇറ്റ്. ആ സമയത്ത് ലോഡ് കൂടുതലാണ്. അങ്ങനെ ലോഡ് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആക്ഷനും കൂടെ അല്ലെങ്കിൽ എക്സസൈസ് കൂടെ ഞാൻ തന്നു കഴിഞ്ഞാൽ ബ്രെയിൻ വിൽ ബ്ലോക്ക് ആവും. പക്ഷെ നോർമലായിട്ട് നിങ്ങൾ കാര്യം പറയുമ്പോൾ നോ പ്രോബ്ലം. അതാണ് പറയുന്നത്, സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ ബിഹേവിയർ ചേഞ്ച് ആയില്ലേ, ഈ സമയത്തല്ല ഇത് ചെയ്ത സമയത്ത്. സോ ദിസ് വിൽ ഹാപ്പൻ. നന്ദിയുണ്ട്. അപ്പൊ ഞാൻ പറയാം, somewhere you will leak. Okay. It will hurt you even more. നിരീക്ഷണ പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം മാനിപ്പുലേഷൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ഇല്ലാത്ത കാര്യത്തെ, സംഭവിക്കാത്ത ഒരു കാര്യത്തെ നമ്മൾ അങ്ങനെ ഉണ്ടായി എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന പല സാഹചര്യങ്ങളും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു മാനിപ്പുലേഷൻ അതൊരു ബിഹേവിയർ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ അത് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇൻഫ്ലുവൻസ് ആൻഡ് മാനിപ്പുലേഷൻ എന്ന് പറയും. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈഡും മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് സൈഡുമാണ്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റർ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ അവരുടെ മെയിൻ വെപ്പൺ അല്ലെങ്കിൽ അവർ നിങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ എന്ന് പറയുന്നത് ഫിയറാണ്. ഫിയർ ഉണ്ടാവാം,
അല്ലെങ്കിൽ ഹൈ റെസ്പോൺസിബിലിറ്റി. മെയിൻലി ബേസ് എന്ന് പറയുന്നത് ഫിയറാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും, പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കല്ല. സോ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വന്നു, നിങ്ങൾക്ക് അതിൻ്റെ പ്രഷർ വന്നു. രണ്ടാമത്തെ കാര്യം, നുണ പറയുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അത് സൈഡിൽ നിൽക്കും, പക്ഷെ നുണ പറഞ്ഞാലും എനിക്ക് നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കണം. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ ഞാനിങ്ങനെ ഇത് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഇന്ന് സിനിമയ്ക്ക് വരണം, നീ ഇന്ന് എൻ്റെ കൂടെ സിനിമയ്ക്ക് വരണം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുക, എനിക്ക് ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ വല്ലാത്തൊരു മനുഷ്യനായി പോകും, അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാ കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ ഒരു അക്കൗണ്ടബിലിറ്റി പ്രഷർ തരും നിങ്ങൾക്ക്. അതായത് നിങ്ങൾ ഇഷ്ടമില്ലാതെ ആണെങ്കിലും ഇയാളുടെ കൂടെ നിങ്ങൾ പോകും. അതിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. ഞാൻ ഏറ്റെടുക്കില്ല, മാനിപ്പുലേറ്റർ ഒരിക്കലും. നീ ഏറ്റെടുക്കണം. അതെ, സോ അത് റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹൈ പ്രഷർ തരും. അതായത് വളരെ കുറഞ്ഞ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ടൈം തരില്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തീരുമാനം, അർജൻസി ക്രിയേറ്റ് ചെയ്യും. അതായത് പെട്ടെന്ന് പറ, എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് പെട്ടെന്ന് കയറുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഏത് തരത്തിലുള്ള അർജൻസി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു സർവൈവൽ മോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾക്ക് 2 ചോയ്സും കൂടെ തന്നു കഴിഞ്ഞാൽ, അതായത് എനിക്കിപ്പോൾ കോട്ടയത്തിന് പോകണം, നിങ്ങൾ വളരെ ചലഞ്ചിങ് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്തായാലും കോട്ടയത്ത് പോകാൻ പാടില്ല, നമുക്ക് എറണാകുളത്തിന് പോകാം. അങ്ങനെ പറഞ്ഞാൽ എന്താ കോട്ടയത്ത് പോയാലും നമുക്ക് കോട്ടയത്തിന് പോയാൽ മതി, എനിക്ക് നിന്നെ കൊണ്ട് കോട്ടയത്താണ് പോകേണ്ടത്. സോ ദിസ് ഈസ് മാനിപ്പുലേഷൻ. സോ മാനിപ്പുലേഷൻ നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഇതിനെ ടാക്കിൾ ചെയ്യുക, നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിലേ ദ ആൻസറാണ്. 2 കാര്യങ്ങളാണ് മാനിപ്പുലേറ്റർ എക്സ്പെക്റ്റ് ചെയ്യുക. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിയാക്ഷൻ. ദി എക്സ്പെക്റ്റ് യുവർ റിയാക്ഷൻ. കാരണം നിങ്ങൾ റിയാക്ട് ചെയ്താലേ ഉള്ളൂ എനിക്ക് വിക്ടിം കാർഡ് ഇറക്കാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റേജ് നിങ്ങളിടുന്ന റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പറയും ഓക്കെ ഞാനൊന്ന് നോക്കട്ടെ. ദേ ആർ ന്യൂട്രലൈസ്ഡ്. രണ്ടാമത്തെ കാര്യം ഡിലേ ദ ആൻസർ. അതായത് ഓക്കെ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഇപ്പം എനിക്ക് പ്രഷർ തരുവാണ്, പെട്ടെന്ന് പറയാന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്നാണെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം, അല്ലെങ്കിൽ എന്നാൽ ഞാനില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. മാനിപ്പുലേറ്റേഴ്സ് പൊതുവെ, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ഇവരെ നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു തമ്പ് റൂൾ എന്ന് വേണമെങ്കിൽ പറയാം. തമ്പ് റൂൾ ഉദ്ദേശിക്കുന്നത്, ഇവർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞ, നിങ്ങൾക്ക് എന്താണോ ഇമോഷണലി വേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടും, അത് അവർ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫീലിംഗ് ഉണ്ടാവും, ഇദ്ദേഹത്തിനെയാണ് ഞാൻ ഇത്ര കാലങ്ങളായിട്ട് ഞാൻ തേടി നടന്നത്. പെട്ടെന്നൊരു ഹൈ കണക്ഷൻ, അല്ലെങ്കിൽ ഹൈ റഷ് ഓഫ് ഡോപ്പമിൻ ഉണ്ടാവും. പക്ഷെ ഇവരങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പഴയ പോലെ ആവും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവർ വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. ദേ വിൽ ഗിവ് യു, അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഫുഡ് അവർ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ തലച്ചോറിന് വേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ഡോപ്പമൈനാണ്, അത് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ കുറച്ച് കൂടുതൽ ഫുഡ് വേണമെന്ന് തോന്നും. അവിടെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത് ലവ് ബോംബിങ്. ലവ് ബോംബിങ് എന്ന് പറയുന്നത്, ദേ വിൽ ഗിവ് യു ചിക്കൻ ബിരിയാണി. ആദ്യം നിങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചാൽ നിങ്ങൾക്ക് അടുത്തത് 2 ചിക്കൻ ബിരിയാണി വേണം തോന്നും. അപ്പോൾ പറയാം, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ സ്ഥലം വരെ വാ, എവറിത്തിങ്. അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ്, ഇതെല്ലാം ഡ്രഗ്സ് ആണ്. ഈ ലവ് ബോംബിങ് എന്നൊക്കെ പറയുന്നത് ഡ്രഗ്സ് ആയിട്ട് കളിക്കും, സൈക്കോളജിക്കൽ ഡ്രഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം മനസ്സിലുണ്ടെങ്കിൽ കൂടിയും പലരും ഇപ്പോൾ പല ന്യൂസും നമ്മൾ കേൾക്കുന്നില്ലേ. പിന്നെ അതായത് ഒരു കുടുംബം ഉണ്ടായിക്കൊണ്ട് തന്നെ അവരെ ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ പോയി. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഡെയിലി ഇങ്ങനെയുള്ള ന്യൂസൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ പോകാൻ തോന്നുന്നത്? ഓക്കെ, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവാം. ഫസ്റ്റ് ഓഫ് ഓൾ, അത് മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മാനിപ്പുലേഷൻസ് ഉണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ബേസിക് ആയിട്ടുള്ള നീഡ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ, എപ്പോഴും
ഇവരങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അതൊരു ഹൈലി ഇമോഷണലി എടുക്കുന്നൊരു ഡിസിഷനാണ്. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഇമോഷൻ ബേസ്ഡ് ആണ്. അതിന് ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഡിസിഷൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ലോജിക്കൽ മൈൻഡ് വെച്ചിട്ടാണ്. നമ്മളിങ്ങനെ പോകുന്നു, നമുക്ക് എന്തെങ്കിലും വഴിയിലൊരു സാധനം കണ്ടു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ മേടിച്ചു. എന്നിട്ട് നമ്മൾ പറയും 10 രൂപയുള്ളൂ, ഇത്രയും കിട്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ കണ്ടില്ല, ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ജസ്റ്റിഫിക്കേഷനാണ്. വൈ യു ബൈ ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഫീൽ ഗുഡ്, എനിക്കങ്ങനെ മേടിക്കാൻ തോന്നി. ഈ ഒരു തോന്നലാണ്. ഈ ഒരു തോന്നൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് പക്ഷെ നമുക്ക് വേണം. ഇമോഷൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതെനിക്ക് നല്ലതാണോ, ഈ എടുക്കുന്ന ഡിസിഷൻ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഇമോഷൻ കറക്റ്റ് അല്ലെങ്കിലോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷൻസ് അത് സ്റ്റെബിലൈസ്ഡ് അല്ല എങ്കിലോ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളും തെറ്റത്തില്ലേ? ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലി, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ആ ഭാര്യയുടെ നീഡ്സ് അല്ലെങ്കിൽ അവരൊരു ഹൈലി ഇമോഷണലായിട്ടൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. ഇതെല്ലായിടത്തും സംഭവിക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ കാര്യം മാത്രം വെച്ചിട്ട് മുന്നോട്ട് പോകുന്നൊരു സംഗതിയല്ല. അവിടെ എൻവയോൺമെൻറ്റ് ഉണ്ടാവാം, അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാവാം. അവർ ഡിസിഷൻ എടുക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ഡിസിഷൻ എടുക്കുന്ന രീതികൾ. അപ്പോൾ അവരുടെ വീട്ടിലെ സാഹചര്യം, അവർക്ക് അവരെ കൺസിഡർ ചെയ്യുന്ന രീതികൾ, അവരുടെ സമാധാനം, സേഫ്റ്റി, ഇതെല്ലാം ബാധകമാണ്. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് മറ്റൊരു വ്യക്തി വരികയാണ്. ഇവർ എങ്ങനെയാണ് ഈ വ്യക്തിയായിട്ട് ആദ്യം കമ്പനി ആവുന്നത് എന്ന് വിചാരിക്കുന്നത്? ഇമോഷണലി കണക്റ്റഡ് ആവുക ചെയ്യുന്നത് അല്ലേ? എനിക്കൊരു ഭർത്താവുണ്ട്. നോർമൽ കേസിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് അങ്ങ് അഡാപ്റ്റ് ആവും. നമുക്ക് ആ ഒരു വ്യക്തി ആയിട്ട് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആണെന്ന് മനസ്സിലാവണമെങ്കിൽ ആ വ്യക്തി നമ്മളിൽ നിന്ന് വേർവിട്ട് പോകണം. കാരണം അഡാപ്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല, ഇറ്റ്സ് ദെയർ. അപ്പം നമുക്ക് തോന്നും ഓക്കെ, എനിക്ക് ആ പഴയ കണക്ഷൻ ഇപ്പം നിന്നോട് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പഴയ കണക്ഷൻ എനിക്ക് നിന്നോട് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇതേ കണക്ഷൻ ഇല്ലായ്മ മറ്റേ വ്യക്തിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണറിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതികൾ മാറും, അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നത് മാറും, അവരുടെ പ്രയോറിറ്റി ഓക്കെ ഇത് അഡാപ്റ്റായി പ്രയോറിറ്റീസ് മാറും, പല പല ടെൻഷൻസ് ഉണ്ടാവും. അതിനൊന്നും നമ്മൾ ഒരു ബാഡായിട്ടല്ല പറയുന്നത്, പക്ഷെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും പുതിയൊരു വ്യക്തി വരുന്നത്. നമുക്ക് എപ്പോഴും മനുഷ്യൻ്റെ ഫോക്കസ്, ഞാൻ ആദ്യം പറഞ്ഞ നോവൽറ്റി, പുതിയൊരു വ്യക്തി നമുക്ക് എന്താണോ വേണ്ടിയിരുന്നത് ആ ഒരു സാധനം നമുക്ക് തരുന്നു, എൻ്റെ മനസ്സിലുള്ള ആ വോയിഡ് ഫില്ല് ചെയ്യുന്നു. എന്നാൽ ഈ വ്യക്തി ആരാന്ന് എനിക്കറിയില്ല, അവനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നാം. അങ്ങനെയാണ് ഒരു മിസ്റ്ററി എന്ന് പറയുന്നത്. മിസ്റ്ററി എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് പറയുന്നത് അതെപ്പോഴും നമ്മളിൽ ഫോക്കസ് ജനിപ്പിക്കുന്നുണ്ട്. സോ ഈ ഫോക്കസ് അവിടെ നമ്മൾ ജനറേറ്റ് ആവും. അപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ ഇമോഷണൽ നീഡ്സ് ഭയങ്കര, നമ്മൾ പറയില്ല കെയറിങ് ആണ്, ഭയങ്കര അത് എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത കെയറിങ് മറ്റൊരാളിൽ നിന്നും കിട്ടും. ഇറ്റ്സ് ജസ്റ്റ് ഇമോഷണൽ. കാരണം ഒരു കെയറിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അഡാപ്റ്റേഷൻ ആ കെയറിങ് നടക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഇമോഷണലി ഫില്ല് ചെയ്യുന്ന മറ്റൊരു വ്യക്തി ആകുമ്പോൾ അതൊരു വലിയ റീസണാണ്. അപ്പോൾ ഇമോഷണലി കണക്റ്റ് ആവുന്നു, ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ വ്യക്തി ആ ഭർത്താവിനെയും കമ്പയർ ചെയ്യാൻ തുടങ്ങും. കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ യു ആർ ഡൺ. ബിക്കോസ് ഈ വ്യക്തിയിലെ നമ്മളെപ്പോഴും പറയുന്ന ആദ്യത്തെ ഒരു 1 year എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട അയാളുടെ നല്ല വശം മാത്രമേ കാണൂ. പ്രണയം ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, വാട്ടവർ. അപ്പോൾ ഈ പരിചയപ്പെട്ട വ്യക്തിയുടെ നല്ല ഗുണങ്ങളും അവിടെ അയാളെ കാണുന്ന സമയത്ത് നമുക്ക് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ ന്യൂട്രിയൻസ് ഉണ്ടാവും, പക്ഷേ ഇവിടെ അതില്ല. സോ കമ്പാരിസൺ ഉണ്ടാവുന്ന ആ സമയത്ത് ഭർത്താവ് അദ്ദേഹത്തിന് ചിലപ്പോൾ ടെൻഷനും ഫാമിലി ലൈഫൊക്കെ ഡിഫറെൻ്റ് ആണെന്ന് പറയില്ല, ടെൻഷനും കാര്യങ്ങളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഹോമാണത്. അദ്ദേഹം വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. ചിലപ്പോൾ ദേഷ്യപ്പെടാം. അങ്ങനെയുള്ള സമയത്ത് എല്ലാവരും അല്ല, കുറേ സാഹചര്യങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാവുന്നൊരു ഔട്ട്കം. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ മാനിപ്പുലേഷനിലേക്ക് വരുമ്പോൾ ഒരു മാനിപ്പുലേഷൻ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് എന്നറിയണം. ഇഫ് യു നോ ഹൗ ടു സ്റ്റീൽ സംതിങ്, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു സാധനം എങ്ങനെയാണ്
മോഷ്ടിക്കപ്പെടുന്നത് എന്നറിയാമെങ്കിൽ ഒരു കള്ളനും നിങ്ങളുടെ അടുത്ത് നിന്ന് മോഷ്ടിക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് ഇറ്റ്.